കൈത്താക്കാലം 5-ാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആദ്യ വിജാതീയ പ്രേക്ഷിത. മനുഷ്യാത്മാവിനെ തേടിയാണ് യേശു വന്നത്. അതിൽ ജാതിയോ ലിംഗമോ നാടോ ഒന്നും ബാധകമല്ല. യഹൂദര് ദൃഷ്ടി കൽപ്പിക്കപ്പെട്ട സമരിയാക്കാരിയായ ഒരു സ്ത്രീയുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കാത്തിരിക്കുകയാണ് യേശു. സ്വന്തം ശിഷ്യർക്കുപോലും ഉതപ്പുണ്ടാക്കിയ സംഭവം. അതിനാലായിരിക്കണം അവളോട് തനിയെ സംസാരിക്കാൻ വേണ്ടി ഭക്ഷണം വാങ്ങാൻ അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് അവളെ കാത്തിരുന്നത്. അത് ഫലം കണ്ടു. ശാരീരികദാഹം ശമിപ്പിക്കാൻ കുടവുമായി വന്നവൾ ആന്തരിക ജലത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആ കുടം അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നത് ദൈവത്തെ അനുഭവിച്ചവർക്ക് പിന്നീടൊരിക്കലും ഭൗതിക വിഷയങ്ങളോട് താല്പര്യമുള്ളവരായിരിക്കുകയില്ല എന്നതിന് തെളിവാണ്. നാട് മുഴുവൻ അവഹേളനത്തോടെയാണ് വീക്ഷിക്കുന്നതെന്നറിയാമായിരുന്നിട്ടും അവളുടെ സ്നേഹം അവനെ പ്രഘോഷിപ്പിക്കുന്നതിന് പ്രതിബന്ധമായിരുന്നില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മൂർത്തിഭാവമാണിത്. ആരുടെയോ നിർബന്ധമോ കൽപ്പനയോ ഇല്ലാതെ, ആരെയും ഭയപ്പെടാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്വാഭാവികമായി യേശുവിനെ പങ്കുവയ്ക്കുമ്പോഴാണ് പ്രേക്ഷിത പ്രവർത്തകരാവുക. സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെയായിരിക്കും പിന്നീട് അവർ യേശുവിനായി ഇറങ്ങിത്തിരിക്കുക.